അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ മുഹറം ഒന്നുകൂടി നമുക്ക് സമാഗതമായിരിക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായ, അതിൽ നിന്ന് പരീക്ഷണങ്ങൾ വിജയിക്കുകയും ചെയ്ത ഒരു പുണ്യമാക്കപ്പെട്ട മാസമാണ് മുഹറം 10. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ശത്രുക്കളുടെ മർദ്ദനം കഠിനമായപ്പോൾ മദീനയിലേക്ക് ഹിജറ പോവുകയും അവിടെ ചെന്നപ്പോൾ മദീനക്കാരായ ആളുകൾ അഥവാ യഹൂദികളായ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നോമ്പ് അനുഷ്ഠിക്കുന്നതായി കണ്ടു. മുഹറം 10 എന്താണ് നിങ്ങൾ ഇന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ കാരണമെന്ന് നബി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അൻജല്ലാഹു മൂസ വ ഖൗമഹു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും വഅറഖ ഫിർഔന വ ഖൗമഹു, ഫിർഔനെയും അവൻ്റെ സമൂഹത്തെയും അള്ളാഹു മുക്കി നശിപ്പിക്കുകയും ചെയ്ത ഒരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് തന്നെ മുഹറം 10 നോമ്പനുഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത കൊല്ലം ബാക്കിയാണെങ്കിൽ, ഞാൻ ശുചിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഹറം 10 നോമ്പനുഷ്ഠിച്ചാൽ അവന് കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നോ രണ്ടോ അല്ല നിരവധി കാര്യങ്ങൾ മുഹറം 10 സംഭവിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. അള്ളാഹു നമ്മുടെയൊക്കെ മാസത്തിൻ്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും.